ആഗോള എണ്ണ വിപണിയുടെ 20% നടക്കുന്ന ഹോർമൂസ് തുറക്കുന്നതിന് വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിന് US അവരുടെ പെരുമാറ്റം തിരുത്തണമെന്ന് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ആവശ്യപ്പെട്ടു. കൌൺസിൽ സെക്രട്ടറിയാണ് ഇറാന്റെ 6 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതേസമയം ഇറാനുമേൽ സമ്മർദ്ദം തുടരുമെന്ന് USഉം വ്യക്തമാക്കി. ഇറാനു നേരെയുള്ള ഭീഷണികൾ അവസാനിപ്പിക്കുക, ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക, ഇറാനും അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികൾക്കുമെതിരായ സൈനിക നടപടികൾ സ്ഥിരമായി നിർത്തിവെക്കുക, ഇറാനെതിരെ ഉപരോധം തീർത്ത USന്റെ നാവിക വ്യോമസേനകളെ പിൻവലിക്കുക, സമീപകാല സംഘർഷത്തിനിടയിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇറാന് നഷ്ടപരിഹാരം നൽകുക, US ഉപരോധങ്ങൾ പിൻവലിക്കുക, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. യുദ്ധത്തിലായാലും ചർച്ചകളിലായാലും ഈ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ദീർഘകാല മാറ്റങ്ങൾക്ക് ഇറാൻ തയ്യാറാണോ എന്ന് US വിലയിരുത്തുകയാണെന്നും അവർ അതിന് തയ്യാറായില്ലെങ്കിൽ തങ്ങൾ സമ്മർദ്ദം തുടരുമെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഞങ്ങൾ അവരുടെ ആണവ പദ്ധതി തകർത്തു, അവരുടെ പരമ്പരാഗത സൈന്യത്തെ തകർത്തു. അമേരിക്കയുമായി മികച്ച ബന്ധം പുലർത്താൻ ആവശ്യമായ തരത്തിലുള്ള ദീർഘകാല മാറ്റങ്ങൾ വരുത്താൻ അവർ തയ്യാറാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇതായിരുന്നു വാൻസിന്റെ വാക്കുകൾ. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർ ഒപ്പുവെച്ച പ്രതിരോധ ഉടമ്പടിയുടെ ലക്ഷ്യം ഇറാൻ അല്ലെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും വ്യക്തമാക്കി. ഒരു കരാറിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും പറഞ്ഞു. രാജ്യത്ത് ഐക്യവും ശക്തിയും ഐക്യദാർഢ്യവുമുണ്ട്. എനിക്കറിയാവുന്നിടത്തോളം ഈ യുദ്ധത്തിൽ ഇറാൻ ശക്തമായ രാജ്യമായി കണക്കാക്കപ്പെടുന്നു. ഒരു കരാറിലെത്താൻ ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനായി ഇറാനും വാഷിംഗ്ടണും ഒരു ചാനൽ സജ്ജീകരിക്കേണ്ടതായിരുന്നുവെന്നും പെസഷ്കിയാൻ പറഞ്ഞു. എന്തായാലും എല്ലാ ധാരണാപത്രത്തിലും ലംഘനങ്ങൾ ഉണ്ടാകാറുണ്ട്. പരസ്പരം പോരടിക്കുന്നതിന് പകരം ലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് അന്ന് തന്നെ ഒരു ടീമിനെ രൂപീകരിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധവുമില്ല, സമാധാനവുമില്ല എന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കാൻ ഇറാന് കഴിയുമെന്ന് പറഞ്ഞ അദ്ദേഹം ഒമാന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. നിലവിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ്. അതേസമയം ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് 5% മുതൽ 7% വരെ നികുതി ഈടാക്കണമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. 2% മുതൽ 3% വരെ നികുതിയാകാമെന്നാണ് ഒമാന്റെ നിലപാട്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മുഖം സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധക്കപ്പലുകളും പരിശീലന വിമാനങ്ങളും കൈമാറുന്ന സൈനിക സഹകരണമുണ്ട്. 2023 തുർക്കിയിൽ നിന്ന് വൻതോതിൽ ഡ്രോണുകൾ വാങ്ങാൻ സൗദിയും കരാറിലെത്തിയിരുന്നു. മേഖലയിൽ ഇറാൻ അനുകൂല കക്ഷികളുടെ സൗദിക്കെതിരായ നീക്കം, ഇസ്രയേലിന്റെ മേഖലയിലെ തുടർ നീക്കങ്ങൾ എന്നിവയ്ക്കെതിരെയും സഖ്യത്തിന്റെ രൂപീകരണം നിർണായകമാണ്. മേഖലയിൽ ഇറാൻ യുദ്ധത്തോടെ അമേരിക്കയുടെ സുരക്ഷാ ഉറപ്പുകൾക്കേറ്റ പോറലിന്റെ പശ്ചാത്തലവും കരാറിനുണ്ട്. ആക്രമണം എന്നതിനേക്കാൾ പ്രതിരോധം, മേഖലയിലെ സമാധാനം, സാമ്പത്തിക ഭദ്രത എന്നിവ ഉറപ്പുവരുത്തുകയാകും കരാർ ചെയ്യുക. കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ 3 രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരും സൈനിക നേതൃത്വവും പങ്കെടുത്തിരുന്നു. മേഖലയിൽ സുസ്ഥിരതയും സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യമെന്ന് കരാർ പറയുന്നു. ഏകദേശം 1 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കരാർ അന്തിമഘട്ടത്തിലെത്തിയത്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഉഭയകക്ഷി സൈനിക ബന്ധത്തിന്റെ തുടർച്ചയായാണ് പുതിയ സഖ്യം. ദശകങ്ങളായി സൗദി സൈന്യത്തിന് പരിശീലനവും സാങ്കേതിക സഹായവും നൽകുന്നത് പാകിസ്ഥാനാണ്. ഈ കരാർ ഇറാന് തിരിച്ചടിയാകില്ലെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.